ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ്റെ റെസിപ്പി പറഞ്ഞാൽ ഇതിൽ ചിക്കൻ കൊണ്ടാട്ടം അല്ല, എന്നാൽ ചിക്കൻ കടായി അല്ല, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സാധനം. എന്നാൽ തന്നെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ ഇതിൻ്റെ ചിക്കൻ നന്നായി മാഗ്നേഷൻ ചെയ്ത് വെക്കണം. അതിന് മഞ്ഞൾപ്പൊടി, ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. 3 മണിക്കൂർ ശേഷം നമുക്ക് പുറത്തെടുത്തിട്ട് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെള്ളുള്ളി ഒരു ചെറുത്, പിന്നെ ഒരു 10-20 ചെറിയുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിൻ്റെ ഇല, ക്യാപ്സിക്കന്, മല്ലിയില. ഇത്രയും സാധനങ്ങളാണ് ഇതിക്ക് വേണ്ടത്. പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കുക, കറിവേപ്പിൻ്റെ ഇല. ഇത്ര സാധനം കൊണ്ട് പെട്ടെന്നായിട്ട് ഉള്ളി വേണ്ടി വന്നാൽ നമുക്ക് സെറ്റാവും. മെയിൻ ഹൈലൈറ്റ് പറയുന്നത് ഈ ചില്ലി ഫ്ലേക്സാണ്. ചില്ലി ഫ്ലേക്സും കൂടെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിത് അത്യാവശ്യം എരിയിലൊക്കെ ചെയ്യേണ്ട, എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് 3 മണിക്കൂറിന് ശേഷം ചിക്കൻ എടുത്തൊന്ന് പൊരിക്കണം. ചിക്കൻ അങ്ങനെ നല്ലോണം എണ്ണ ഒഴിച്ച് നന്നായിട്ട് പൊരിച്ചെടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചിക്കൻ, ഈ എണ്ണ അല്ല ചിക്കൻ്റെ മേത്ത് കൂടി, ചിക്കൻ്റെ എല്ലാ ഭാഗത്തു കൂടി ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമ്പോൾ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച്. അപ്പം നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് വരും. നല്ലോണം വെള്ളം ഇറങ്ങി വരുമ്പോൾ പിന്നെ അടച്ച് വെച്ച് വേവിക്കണ്ട. പിന്നെ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണ വരെ വേവിച്ചുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് പൊരിഞ്ഞ് വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സാധാ ചെയ്യണില്ലാതെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ എണ്ണയിൽ, അതിനേക്കാളും ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. കാരണം ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ടേസ്റ്റും കിട്ടും. പൊരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ടേസ്റ്റിയാണ് അടിപൊളി. അപ്പോൾ നമുക്ക് ആദ്യം ആ എണ്ണയിലേക്ക് തന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് വെള്ളുള്ളിയും ചെറിയുള്ളി പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒന്നിങ്ങോട്ട് വഴന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായി വഴഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം പിന്നെയും ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കുക. അതിന് ശേഷം മൂടി തുറന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം വഴണ്ട് വരും. അപ്പോൾ ഈ ടൈമിൽ നമുക്കൊരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടികളായിട്ട് വെറും മല്ലിപ്പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ചിക്കനിൽ തന്നെ ഉള്ളത് കൊണ്ട് നമ്മളത് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത മുളക് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. പിന്നെ എരിവ് ബാലൻസ് ചെയ്യാൻ നമ്മൾ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ടൊമാറ്റോക്ക് പകരമാണ് ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ടൊമാറ്റോ വേവിച്ച് മിക്സിയിൽ അടിച്ചേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി ചേർത്താൽ ഈ ടൊമാറ്റോ സോസിൻ്റെ അതേ ടേസ്റ്റിന് കിട്ടും. അപ്പോൾ കുറച്ച് സോയാ സോസും അതും ചേർത്ത് ക്യാപ്സിക്കനും ഇട്ട് വേവിക്കാം, വഴറ്റി കൊടുക്കുക. ക്യാപ്സിക്കൻ ഈ ടൈമിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെ ഇട്ടാൽ മതി. അപ്പോൾ കടിക്കാൻ കിട്ടും. ഈ ടൈമിൽ ഇടുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നമുക്ക് ചിക്കനും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കുറച്ച് വെള്ളം പാർന്ന് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് വെള്ളം പാർന്നിട്ട് നമുക്കൊന്ന് ഇപ്പോൾ ഗ്രേവി കുറഞ്ഞ ഗ്രേവിയോടെ ഉണ്ടാവുക. കൂടുതലായിട്ട് ഗ്രേവി വേണ്ടതിനും അങ്ങനെ ഒരു കുറഞ്ഞൊരു ഗ്രേവി. ഇതിക്ക് നെയ്ച്ചോറും, ഞങ്ങളിപ്പോൾ നെയ്ച്ചോറാണ് ട്രൈ ചെയ്തത്. ഇതിക്ക് പൊറോട്ട ആണെങ്കിലും അടിപൊളിയാക്കുക. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് കറിവേപ്പിലയും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. നമുക്ക് കറിവേപ്പിലയും
ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് ഒന്നും കൂടെ സ്മൂത്താവും. ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ഒന്നും കൂടെ സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറഞ്ഞൊരു ഗ്രേവിയിലാണ്, ചെറിയൊരു ഗ്രേവിയിൽ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഈ ടൈമിന് ഇടണില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടാട്ടമായി മാറും. മല്ലിയില ഇടുന്നത് കൊണ്ടാണ് ചിക്കൻ കൊണ്ടാട്ടമല്ലാത്തത്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ തിന്നാൻ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ കഷ്ണം ഉള്ളിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കും. നന്നായി വഴറ്റി മസാല, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ, ഒരു തക്കോലം ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുത്ത്, ഇത് ഈ ബിരിയാണിക്കും നെയ്ച്ചോർക്കൊക്കെ ഇടുന്ന ഒരു ഓലയാണ്. ഇതിവിടെ ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. എല്ലാത്തിലും ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല, എല്ലാവരും ഇട്ട് കൊടുത്തതിന് പ്രത്യേക സ്മെല്ലും ടേസ്റ്റും കിട്ടും. അപ്പോൾ നമുക്ക് വഴന്ന് കഴിഞ്ഞിട്ട് അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്തിട്ട് ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുള്ള, നമുക്കൊരു 6 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിലടിച്ചിട്ട് നന്നായി വേവും. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ നല്ലോണം വെന്തിട്ടുണ്ടാവും. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് റെഡി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നെയ്ച്ചോറും ചമ്മന്തിയും ഒക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. ചിക്കൻ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഒരു ദിവസമെങ്കിലും. നെയ്ച്ചോറിലാറൊക്കെ ടേസ്റ്റ് പൊറാട്ടൻ്റെ കൂടെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും പൊറാട്ടൻ്റെ, ദോശയുടെ, ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയാക്കും. അപ്പം അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടെ. ബായ്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.